ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കാണിക്കുന്നത് നെയിൽ ആർട്ട് എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ കാലിലാണ് ചെയ്ത് കാണിക്കുന്നത്. കയ്യിൽ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് കാല് ചെയ്ത് കാണിക്കുന്നത്. ഞാൻ നെയിൽ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് ഫസ്റ്റ് കോട്ട് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ബ്ലാക്ക് ആണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അത് തന്നെ അപ്ലൈ ചെയ്യാം. ഇത് നോർമൽ നെയിൽ പോളിഷ് തന്നെയാണ്. ഇത് ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് LED ലാമ്പാണ്, നെയിൽ ലാമ്പാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതിനൊരു 300 രൂപയ്ക്കകത്തായിരുന്നു റേറ്റ് വരുന്നത്. ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് 90i ജെല്ലാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലാമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഡ്രൈ ആയി കിട്ടത്തുള്ളൂ. ഇത് ഞാൻ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ആ ലാമ്പിൽ വെച്ചിട്ടാണ് ഇത് ഡ്രൈ ആക്കുന്നത്. ഇത് ഡ്രൈ ആകാനായിട്ട് ഒരു 15 മിനിറ്റ്സ് നമുക്ക് ഇതിന് വേണ്ടി വരും. നെക്സ്റ്റ് ഇത് ഞാൻ കാണിക്കുന്നത് ഒരു മാഗ്നറ്റ് ആണ്. ഇതൊരു 75 റുപ്പീസ് ആയിരുന്നു. ഇതും ഞാൻ ആമസോണിൽ തന്നെയാണ് വാങ്ങിയത്. ഇത് നമുക്ക് 90 ജെൽ ആയതുകൊണ്ട് നമുക്ക് മാഗ്നറ്റ് വെച്ചിട്ടായിരിക്കും ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. ഞാനിത് ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. എനിക്ക് അത്രയ്ക്ക് ഡിസൈൻ ഒന്നും അറിയത്തില്ല. ഞാൻ ചെറുതായിട്ട് എനിക്ക് പറ്റുന്ന രീതിക്ക് ചെയ്യുന്നുണ്ട്. ഞാനിത് ഡ്രൈ ആയതിനു ശേഷം ഇതിന്റെ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലൊക്കെ തന്നെ ചെയ്താൽ മതി. നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോഴേക്കും അതിന്റെ പരിമിതികൾ ഉണ്ടായിരിക്കും. ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്യുന്നുണ്ട്. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇതായിരുന്നു ലുക്ക് വന്നത്. ഇത് നന്നായി ഡ്രൈ ആയതിനു ശേഷം ഞാൻ അതിലോട്ട് ഒരു ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടി ഗ്ലാസ് ലുക്ക് ഉണ്ടായിരിക്കും, നല്ല ഗ്ലൈസിങ് ഉണ്ടായിരിക്കും. ഇതാണ് ടോപ്പ് കോട്ടിങ്. ഇതൊരു 150 രൂപ എങ്ങാണ്ട് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ലുക്ക് കാണിച്ചു തരാം. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒരു ഗ്ലാസ് ലുക്കായിരിക്കും ഇതിന് വരുന്നത്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് ലുക്കാണ് വരുന്നത്, കണ്ടില്ലേ? ഓരോ നെയിലിലും നമ്മൾ ചെയ്തതിനും ചെയ്യാത്തതിനുള്ള വ്യത്യാസം അറിയാൻ പറ്റും. ഒരു നല്ലൊരു ലുക്കായിരിക്കും വരുന്നത്. ഞാനത് വീണ്ടും നമ്മൾ ആ LED ലാമ്പ് വെച്ച് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം എൻ്റെ കുറച്ച് ക്രിസ്റ്റൽസ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ്. ഞാൻ അതിനകത്തുണ്ടായിരുന്ന ഒരു ഹാർട്ട് അതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതാണോ ഇഷ്ടം അതങ്ങനെ ചെയ്യാം. നമ്മൾ ഫംഗ്ഷൻസ് ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അതിലുള്ള സ്റ്റോൺ ഒക്കെ എടുത്ത് വെച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതൊരു പാക്കറ്റ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്? ബൈ ബൈ, സീ യു.